നെപ്പോളിയൻ ബോണപ്പാർട്ടിന്റെ അഭിപ്രായത്തിൽ മനുഷ്യനെ ഇളക്കാൻ രണ്ട് വഴികളാണ് ഉള്ളത്. ഒന്ന് ഭീതിയും മറ്റൊന്ന് താൽപര്യവും. 95% പേരെയും ഭയപ്പെടുത്തിയോ കൊതിപ്പിച്ചോ അനുസരിപ്പിക്കാൻ സാധിക്കും. ഈ സിദ്ധാന്തത്തിന്റെ പ്രയുക്താക്കളാണ് ഇന്നത്തെ ജ്യോതിഷികൾ. ഭാവിയിൽ വരാനിരിക്കുന്ന അപകടങ്ങളെ മുൻകൂട്ടി പ്രവചിച്ച് നമ്മളെ ഭയപ്പെടുത്തിയും വരാനിരിക്കുന്ന നേട്ടങ്ങളെ കൊതിപ്പിച്ചു കാണിച്ചും നമ്മളെ അവർ അനുസരിപ്പിക്കുന്നു. അത്തരത്തിൽ യന്ത്ര തന്ത്ര മന്ത്രക്കുരുക്കിൽ നമ്മളെ പെടുത്തി ധനം ആകർഷിച്ചെടുക്കുന്നു. ഇന്ത്യയുടെ ജ്യോതിഷം മാത്രമല്ല, ഫെൻഷുയി ഇതുമായി ബന്ധപ്പെട്ട് തന്നെ ഒരുപാട് അന്ധവിശ്വാസങ്ങൾ നമ്മുടെ ജനങ്ങളുടെ ഇടയിൽ നിലനിൽക്കുന്നുണ്ട്. ജസ്റ്റ് ക്ലാരിഫൈ. ഈ ഫെൻഷുയി എന്ന് പറയുന്നത്, ഇപ്പം ഞാൻ പറയാം, ഒരു ജ്യോതിഷ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അയാൾ എന്താ വിശ്വസിക്കുന്നത്? കോടിക്കണക്കിന് കിലോമീറ്ററുകൾ അകലെ നിൽക്കുന്ന പാറക്കെട്ടുകളും ഹിമഭീകരന്മാരും ഐസ് കട്ടകളും തൻ്റെ ജീവിതത്തിലെ ചൊറി, ചരങ്ങ്, ആസ്തുമ, വിവാഹം, കുട്ടിയുടെ നിറം, പൊക്കം, കല്യാണം നടക്കുമോ ഇല്ലയോ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചു നിയന്ത്രിച്ചു നടക്കുകയാണ് ഇവരുടെ പണിയെന്ന് വിശ്വസിക്കാൻ തക്ക ഭാവനയും ശേഷിയുമുള്ള ഒരാൾക്ക് വീട്ടിലിരിക്കുന്ന ഒരു ബൊമ്മ നിങ്ങളുടെ ജീവിതത്തിലെ കാര്യങ്ങളിൽ മാറ്റം വരുത്തുമെന്ന് വിശ്വസിക്കാൻ സാരതമ്യേന എളുപ്പമാണ്. ഈ സംഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിസ്ഥാനം ഒരു വാതിൽ വെച്ചിട്ടുണ്ട്. ആന കയറി വരേണ്ട വാതിലാണത്. അതിലൂടെ എല്ലാം കയറി വരുന്നു. സ്വാഭാവികമായിട്ടും ഒരു ജ്യോതിഷിക്ക് ഫെങ്ഷുയിക്കാരനെയോ ഫെങ്ഷുയിക്കാരന് കൈനോട്ടക്കാരനെയോ കുറ്റപ്പെടുത്താൻ സാധിക്കില്ല. എല്ലാവരും ആളുകളെ പറ്റിച്ച് ജീവിക്കുകയാണ്. വഞ്ചിക്കപ്പെടാനുള്ള അവകാശം എല്ലാ പൗരന്മാർക്കും ഭരണഘടന ഉറപ്പ് നൽകുന്നുണ്ട്. അപ്പം ഒരാൾ ചെയ്യുന്ന തെറ്റാണെന്ന് മറ്റൊരാൾക്ക് പറയാൻ പറ്റത്തില്ലല്ലോ. പക്ഷേ അടിസ്ഥാനപരമായി നിങ്ങളൊരു നക്ഷത്ര ജ്യോതിഷത്തിലേക്ക് ചെന്ന് പറഞ്ഞു നോക്കും. ഞാൻ ഈ ധർമ്മരാജയ്യരുമായിട്ട് സംസാരിച്ചു. ഞാൻ ഈ വെറ്റില ജ്യോതിഷത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ അദ്ദേഹം അത് പുച്ഛിച്ച് തള്ളുകയാണ്. ഇത് കള്ളത്തരമാണെന്നാണ് പറഞ്ഞത്. ഈ വെറ്റില കള്ളത്തരമാകുമ്പോൾ എങ്ങനെയാണ് ഈ ആകാശം ശരിയാവുന്നത്? വെറ്റില പിന്നെയും കയ്യിലിരിക്കുന്ന വെറ്റില എടുത്ത് നോക്കുമ്പോൾ അത് വരുമെന്നൊക്കെ എന്തെങ്കിലുമൊക്കെ പറയാൻ പറ്റും. അപ്പോൾ മൊത്തത്തിൽ ഇതൊരു പരസ്പര സഹകരണ കൊള്ളസംഘമായിട്ട് അന്ധവിശ്വാസങ്ങൾ മുതുവിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഒരാൾക്ക് മറ്റൊരാളെ തെറ്റെന്ന് പറയാൻ പറ്റത്തില്ല. ഒരു കള്ളന് വേറൊരു കള്ളനെന്ന് വിളിക്കാൻ സാധിക്കില്ല എന്ന് പറയുന്നത് പോലെയാണ്. ജ്യോതിഷികൾ പ്രത്യേകിച്ചെടുത്തൊരു ഉപയോഗിക്കുന്ന ഒരു ഉപായമാണ് നിങ്ങൾ കൃത്യസമയം പറയുക. അതുപോലെ അവർ പറയുന്ന മറ്റൊരു കാര്യമാണ് സമയദോഷം. നിങ്ങൾക്ക് ഇപ്പോൾ സമയദോഷമാണ്. അതിനെക്കുറിച്ച് ഈ പുസ്തകത്തിൽ എന്തൊക്കെയാണ് പ്രതിപാദിക്കുന്നത്? അല്ല, അത് രസമാണ്. ചില ഈ ഗോളങ്ങളല്ല സ്വാധീനിക്കുന്ന സമയത്തിൻ്റെ പ്രത്യേകതയാണെന്ന് ഓരോരുത്തർ പറയാറുണ്ട്. ഈ സമയത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ഈ ഒരു സമയം ഇവിടെ ഇപ്പോൾ 12:01 തൊട്ടടുത്ത പഞ്ചായത്തിൽ 12:02 അല്ലേ? നമ്മളിങ്ങനെ 10ാം ക്ലാസ്സിൽ പഠിക്കുന്നുണ്ട് ജിയോഗ്രഫിയിൽ സമയക്രമം 24 മണിക്കൂർ ഓരോ സമയവും മാറി മാറി. ഇവിടെ രാത്രി 12 മണിയാകുമ്പോൾ അമേരിക്കയിൽ പകൽ 12 മണിയാണ്. അപ്പം ഒരു സ്ഥലത്ത് എല്ലാ സ്ഥലത്തും ബാധകമായ ഒരു സമയമില്ല. ഇന്നിപ്പോൾ 8 എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഉദയം തന്നെ ടോക്കിയോയിലൊക്കെ ഉദിച്ചു കഴിഞ്ഞ് ഒരുപാട് 5.5 മണിക്കൂറിന് ശേഷമാണ് ഇന്ത്യയിൽ സൂര്യൻ ഉദിക്കുന്നത്. അപ്പോൾ രാവിലെ അവിടെ അവർ ഉണർന്നു കഴിഞ്ഞ് പിന്നെ 5.5 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് നമ്മൾ ഉണരുന്നത്. അപ്പോൾ സമയം വ്യത്യസ്തമാണ്. ഇതിന് മാത്രമല്ല, ഒരാളുടെ മാത്രം സമയം ശരിയായതുകൊണ്ട് എന്താ പ്രയോജനം? ഇപ്പോൾ ഉദാഹരണമായിട്ട് ഡൽഹി റേപ്പ് കേസ് എടുക്കുക. ആ പെൺകുട്ടിയുടെ സമയം മോശമായതുകൊണ്ടാണോ അങ്ങനെ സംഭവിച്ചത്? മറ്റേ ഈ പ്രതികളുടെ സമയം കൂടി മോശമാവണ്ടേ? അപ്പോൾ പെൺകുട്ടിയുടെ സമയമാണ് മോശമെങ്കിൽ അതെന്താ കാര്യം? പെൺകുട്ടി ആ ഡൽഹിയിലേക്ക് വരാൻ തീരുമാനിച്ച സമയം മോശമായതുകൊണ്ടല്ലേ? തീരുമാനിച്ച സമയം മോശമാകാൻ കാര്യം അവൾ ഇന്ന ഡിഗ്രി പഠിക്കാൻ തീരുമാനിച്ച സമയത്തിൻ്റെ കുഴപ്പമില്ലേ? അങ്ങനെ നോക്കുകയാണെങ്കിൽ അതിൻ്റെ പുറകോട്ട് സമയങ്ങൾ പോകണ്ടേ? ഒരാളുടെ സമയം മാത്രം മോശമായിട്ട് കാര്യമില്ലല്ലോ, നന്നായിട്ടും കാര്യമില്ല. നിങ്ങൾ ഇപ്പോൾ നിങ്ങളുടെ വീട്ടിൽ കള്ളൻ കയറുക നിങ്ങളുടെ സമയദോഷമായിരിക്കും. പക്ഷെ കള്ളൻ്റെ നല്ല സമയമാണ്, അയൽക്കാരുടെ നല്ല സമയം, അവരുടെ വീട്ടിൽ കയറുന്നില്ല അല്ലേ? അപ്പോൾ ഇത് നമ്മളിങ്ങനെ വ്യാഖ്യാനിക്കും. അത് അരിസ്റ്റോട്ടിൽ പറഞ്ഞോണം. മഴ പെയ്യുകയാണ്, ഒരു വിളവിറക്കാൻ കാത്തിരിക്കുന്ന ഒരാൾക്ക് പറയാം, ദൈവം എൻ്റെ പ്രാർത്ഥന കേട്ട് മഴ അയച്ചു സഹായിച്ചു. വിളവെടുക്കാൻ കാത്തിരിക്കുന്ന ഒരാൾക്ക് പറയാം, ദൈവം എന്നോടെന്തോ ദേഷ്യം കാണിക്കും, എൻ്റെ പ്രാർത്ഥനയൊന്നും ഫലിച്ചില്ല, അതുകൊണ്ട് മഴ അയച്ച് എന്നെ ശിക്ഷിച്ചു, എൻ്റെ ധാന്യമെല്ലാം പാടത്തായിപ്പോയി. പക്ഷെ മഴ ഇതൊന്നും അറിയുന്നില്ല, മഴ പെയ്യുകയാണ്. നിങ്ങളുടെ മാനസികാവസ്ഥ അനുസരിച്ച് നിങ്ങളതിനെ വിലയിരുത്തുകയാണ് ചെയ്യുന്നത്. പിന്നെ താങ്കൾ പറഞ്ഞ കൃത്യസമയം എന്ന് പറഞ്ഞൊരു ഫലിതമാണ്. ഇപ്പോൾ സൂര്യനിൽ നിന്ന് പോലും 8.5 മിനിറ്റ് ഓളം സഞ്ചരിച്ചിട്ടാണ് ഒരു പ്രകാശകിരണം ഇവിടെ എത്തുക. നമ്മുടെ ഉദയം തന്നെ നമ്മൾ സൂര്യൻ ഉദിച്ചു എന്ന് നമ്മൾ അറിയുന്നത് പോലും 8.5 മിനിറ്റ് കഴിഞ്ഞ ശേഷമാണ്. പിന്നെ മാത്രമല്ല, സൂര്യൻ്റെ ഉദയം കൃത്യസമയത്ത് ഉദയം കൃത്യമായി എടുക്കുന്നു എന്നൊക്കെ പറയുന്നത് എങ്ങനെ എടുക്കാൻ സാധിക്കും? നിങ്ങൾ കുറച്ച് മേളിലോട്ട് പോയി നിന്ന് കഴിഞ്ഞാൽ സൂര്യൻ കുറെ കൂടെ ചക്രവാളത്തിൻ്റെ ഭാഗങ്ങൾ കാണാൻ പറ്റും. സൂര്യൻ കൂടുതൽ മുന്നേ ഉദിച്ചായിട്ട് തോന്നും. ഇപ്പം സമുദ്രതീരത്ത് സൂര്യൻ ഉദിക്കുന്ന സമയത്തല്ല ഒരു പർവ്വത പ്രദേശത്ത് ഉദിക്കുന്നത്. നിങ്ങൾ ഏതെടുക്കും? ഇനി സൂര്യൻ ഉദിക്കാത്ത രാജ്യങ്ങളുണ്ട്. ഇപ്പോൾ നിങ്ങൾ ധ്രുവങ്ങളിൽ ചെന്ന് കഴിഞ്ഞാൽ
ഇപ്പോൾ ആർട്ടിക് ധ്രുവത്തിൽ ചെന്ന് കഴിഞ്ഞാൽ 6-7 മാസത്തോളം സൂര്യൻ അസ്തമിക്കുന്നേ ഇല്ല. സ്കാൻഡിനേവിയൻ രാജ്യങ്ങളിൽ ചെന്ന് കഴിഞ്ഞാൽ പാതിരാ സൂര്യൻ അവിടെ ഒരു നിത്യപ്രതിഭാസമാണ്. ഈ ഉദയ അസ്തമയം എന്നൊക്കെ പറയുന്നത് നമ്മുടെ ഈ സാധനം ഉണ്ടായിട്ടുള്ള ട്രോപ്പിക്കൽ റീജിയൻസിലുള്ള ഒരു സാധനമാണ്. ഉദയങ്ങൾ പോലും ഇല്ല. മനസ്സിലായില്ല? അപ്പോൾ മാത്രമല്ല, ഒന്ന് ആലോചിച്ച് നോക്കുക, ഈ നമ്മളീ പറയുന്ന പല പൂയ നക്ഷത്രത്തിൽ ജനിക്കുന്ന ഒരു കുട്ടി എന്ന് പറയുന്നത് 1-ാം പാദം. പൂയ നക്ഷത്രം എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 600 കോടി പ്രകാശവർഷം അകലെ നിൽക്കുന്ന ഒരു നക്ഷത്രക്കൂട്ടമാണ്. ആ നക്ഷത്രക്കൂട്ടത്തിൽ നിന്ന് നിങ്ങൾ ആദ്യത്തെ പാദത്തിലാണ് ജനിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 600 വർഷത്തിന് മുന്നേ, അതായത് AD 1400 ആ പൂയ നക്ഷത്രത്തിൽ നിന്ന് പ്രകാശമാണ് ഇപ്പൊ നിങ്ങൾ കാണുന്നത്. അപ്പോൾ അതായത് ഇപ്പൊ കുട്ടി ജനിച്ച സമയത്ത് പൂയ നക്ഷത്രം ഉണ്ടാവണമെന്ന് തന്നെ ഇല്ല. കൂട്ടത്തിൽ ഒരു ചെറിയ സംശയം കൂടെ, ഇപ്പം നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു നക്ഷത്രം ചിലപ്പോൾ അത് വെള്ളക്കുള്ളനായി മാറിയിരിക്കാം, അത് മരിച്ചിരിക്കാം, ആ സ്ഥാനത്ത് വേറെ നക്ഷത്രം വന്നിരിക്കാം. മാത്രമല്ല, എന്തെങ്കിലും സ്വാധീനം ഉണ്ടെങ്കിൽ ആ സ്വാധീനം 600 വർഷത്തിന് ശേഷമേ ഈ ഭൂമിയിൽ എത്തുള്ളൂ. പ്രകാശമാണ് ഏറ്റവും കൂടുതൽ വേഗതയിൽ സഞ്ചരിക്കുന്നത്. അപ്പോൾ പൂയ നക്ഷത്രത്തിന് എന്തെങ്കിലും സ്വാധീനം ഉണ്ടെങ്കിൽ ഇപ്പൊ ഈ ജനിക്കുന്ന സമയമല്ല നോക്കേണ്ടത്, ഇപ്പോ പൂയത്തിന് എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയാനായിട്ട് പിന്നെ 600 വർഷം, 2600 എന്തെങ്കിലും ഇവിടെ എത്തുക. പക്ഷെ ഇവിടെ പൂയം ആദ്യത്തെ കാലം, രണ്ടാമത്തെ കാലം, മൂന്നാമത്തെ കാലം എന്ന് പറഞ്ഞാൽ ആഘോഷമാണ്. ഇനി ഇതിനെക്കാട്ടി ഏറ്റവും വലിയ രസമാണ് എല്ലാ ഈ ജ്യോതിഷത്തെ മൊത്തത്തിൽ ഉപ്പ് വെച്ച കലമാക്കുന്നത് എന്താണ്? സിസേറിയനാണ്. കുട്ടി ജനിക്കുന്ന സമയം, ജന്മം എന്ന് പറഞ്ഞാൽ ഇല്ല, കുട്ടി ജനിക്കുന്ന സമയം എന്ന് നോക്കി അവർ പറയുന്നത് സിസേറിയൻ വന്നോടുകൂടി പോയില്ലേ. ഇപ്പോൾ ഒരു മോശം നാൾ ജനിക്കേണ്ട കുട്ടിയെ ബന്ധുക്കളും അമ്മയും എല്ലാം കൂടെ തീരുമാനിക്കുകയാണ് നമുക്ക് നല്ല നാളിലേക്ക് പറഞ്ഞു. അപ്പോൾ സർജൻ ഒരു കത്തി കൊണ്ടുവന്ന് കീറിഞ്ഞെടുക്കുകയാണ്. ഈ ഗോളങ്ങളെല്ലാം ശശിയായില്ലേ? ഒരു ഗോളമേ ഉള്ളു ശശി, യഥാർത്ഥത്തിൽ ചന്ദ്രൻ അല്ലേ? ഇതിപ്പോൾ എല്ലാ ഗോളങ്ങളും ഒരുമിച്ച് ശശിയാവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ജനനസമയത്തിന് എന്താ പ്രത്യേകത? പുരസ്കരണം. അത് ഇതുമായി ബന്ധപ്പെട്ടൊരു കാര്യമല്ലേ? അതെ. ഈ പുരസ്കരണം എന്ന് പറഞ്ഞാൽ പലർക്കും പുരസ്കരണത്തെ കുറിച്ച് യാതൊരു ധാരണ ഉണ്ടായിരുന്നില്ല. ഭൂമിയുടെ വി ആണ് ഭൂമിയുടെ ഭ്രമണ ഗതി, അതായത് വെസ്റ്റ് ടു ഈസ്റ്റ് അല്ലേ? അതേസമയം ഈ വെസ്റ്റ് ടു ഈസ്റ്റ് ഇങ്ങനെ കറങ്ങുന്ന ഭൂമിയുടെ അച്ചുതണ്ടിന് 72 വർഷം വരുമ്പോൾ ഒരു സ്ഖലിതം അല്ലെങ്കിൽ ഒരു വിക്ഷോഭം ഉണ്ടാകുന്നുണ്ട്, 1 ഡിഗ്രി പുറകോട്ട് പോകുന്നുണ്ട്. മനസ്സിലായില്ലേ? അത് 2100 അതായത് 72 ഗുണം 30 അത്രയും 2150 വർഷത്തോളം ആകുമ്പോൾ ഏതാണ്ട് ഒരു രാശി തന്നെ മാറിപ്പോകും അല്ലേ? ഒരു രാശി തന്നെ മാറിപ്പോൾ. അതാണ് നമ്മുടെ ഇപ്പം വിഷുവിന് തന്നെ സംഭവിക്കുന്നത്. വിഷു യഥാർത്ഥത്തിൽ മേട 1-നാണ് വിഷു വരുന്നത്. പക്ഷെ ഇവിടെ വിഷു മേട 1-നല്ല വരുന്നത്, മീനം 7-നാണ്. 23-24 ദിവസം വ്യത്യാസം വരുന്നത്. വിഷു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂര്യൻ രാത്രിയും പകലും തുല്യമായിട്ട് നിൽക്കുന്ന ദിവസം, സമരാത്ര ദിവസമാണ്. ഇപ്പം നിങ്ങൾ മേട 1-ന് നോക്കുക, കലണ്ടർ നോക്കുക, അന്ന് സമരാത്രമാണോ? അല്ല. അതേസമയം നിങ്ങൾ മീനം 7-ന് നോക്കുക, മീനം 7-ന് കൃത്യമായിട്ട് വൈകുന്നേരം രാവിലെ 6 മണിക്ക് സൂര്യൻ ഉദിച്ച് വൈകിട്ട് 6 മണിക്ക് തന്നെ സൂര്യൻ അസ്തമിക്കും. കൃത്യം 6 മണിക്കൂറാണ്. അപ്പം നമ്മുടെ വിഷു എന്ന് പറയുന്ന ദിവസം മീനം 7-നാണ്, പക്ഷെ നമ്മൾ ആഘോഷിക്കുന്ന മേട 1-നാണ്. ഈ ആഘോഷത്തിന് ഇതൊന്നും ഒരു ബാധകമല്ല. ഇതൊക്കെ വെറും ആചാരപരമായിട്ട് ഇങ്ങനെ പോകുന്നതാണ്. യഥാർത്ഥത്തിൽ പ്രാപഞ്ചികമായിട്ട് ജ്യോതിഷവും ജ്യോതിശാസ്ത്രവുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലെന്നുള്ളൊരു ഏറ്റവും വലിയ തെളിവാണ് പുരസരണം അല്ലെങ്കിൽ പ്രിസിഷൻ ഓഫ് ദ ആക്സിസ് ഓഫ് എർത്ത് ഈസ് നോട്ട് കൺസിഡേർഡ് ഇൻ അസ്ട്രോളജി. അസ്ട്രോളജിയിൽ അത് കൺസിഡർ ചെയ്യുന്നതേ ഇല്ല. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ വിഷു എന്ന് പറയുന്നത് മേട 1-നാണ് ജ്യോതിഷികൾക്ക്, മറ്റേ വിഷു അവർ പരിഗണിക്കുന്നേ ഇല്ല. അപ്പം മതവും വിശ്വാസവും പരിഗണിക്കാത്ത വിഷുവാണ് മീനം 7-ന് വരുന്നത്. മനസ്സിലായില്ല? അതിനെ കൊന്ന നേരത്തെ പൂക്കുന്നു എന്നൊക്കെ പറയാം. അത് ആയിട്ട് ബന്ധമില്ല. കൊന്ന നേരത്തെ പൂക്കുന്നത് അങ്ങനെയല്ല, കൊന്ന വർഷം മുഴുവൻ പൂത്തു നിൽക്കുന്ന ഒരു ഇതാണ്. ഞാൻ അത് വ്യക്തമായിട്ട് ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്, പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്. കൊന്ന പോലെ വിഷു. അത് തന്നെ. അത് ഒരു ടെക്നിക്കലായിട്ടാണ്. അതിനെക്കുറിച്ച് കുറേയധികം ഞാൻ വിശദമായിട്ട് പറയുന്നത്. തീർച്ചയായിട്ടും പുരസ്കരണത്തെക്കുറിച്ച് 2 ചാപ്റ്റേഴ്സ് ആണ് പുരസ്കരണമായിട്ട് ബേസ് ചെയ്ത്. സാറിന് പറഞ്ഞൊരു വാക്ക് വളരെ നല്ല ഒരു ഹൃദ്യസ്ഥമായ വാക്കാണ്. ഇതെല്ലാം സഹകരണ തട്ടിപ്പാണ്. ഇപ്പം സംഖ്യാ ജ്യോതിഷം, വെറ്റില ജ്യോതിഷം, എന്തിന് കിളി വെച്ച് തത്തയെ വെച്ചിട്ട് അങ്ങനെയുള്ള ഒരുപാട് ജ്യോതിഷകൾ ഇതുമായി ബന്ധപ്പെട്ട ഒരു കാര്യമല്ലെങ്കിൽ തന്നെയും നമ്മുടെ കേരളത്തിൻ്റെ ഹൈക്കോടതിക്ക് 13-ാം നമ്പർ മുറിയില്ല എന്ന് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതുപോലെ ഞാനൊരു വണ്ടി വിൽക്കാനായിട്ട് തീരുമാനിച്ചു. ഒരു അനക്ഡോട്ട് പറയുകയല്ല, ഇത് സാധാരണക്കാരെ ബാധിക്കുന്ന ഒരു വിഷയമായതുകൊണ്ട് ഞാൻ എടുത്തു പറയുകയാണ്. ആ വണ്ടി വാങ്ങിക്കാൻ വന്ന ആൾ അതിൻ്റെ നമ്പർ നോക്കിയിട്ട് വണ്ടി വാങ്ങിക്കാതെ പോയി. അപ്പം ഈ സാഖ്യ ജ്യോതിഷം
ഈ 13-ാം നമ്പർ നമ്മുടെ കോടതി വരെ, നീതിന്യായ കോടതിയുടെ തലപ്പത്തിരിക്കുന്ന ആളുകൾക്ക് വരെ അതിലൊരു സെലിബ്രിറ്റിയുടെ ഒരു പിന്തുടർച്ച, സെലിബ്രിറ്റി ചെയ്യുന്നത് ശരിയെന്നൊരു ധാരണ കൂടെ അതിനകത്ത് കടന്നു വരുന്നു എന്നുള്ളത്. അതുപോലെ ഈ സെലിബ്രിറ്റികൾ ഇമാതിരി പ്രത്യേകിച്ച് എടുത്ത് പറയുകയാണെങ്കിൽ ജസ്റ്റിസ് വി.ആർ. കൃഷ്ണയ്യർ നമ്മൾ ബഹുമാനിക്കപ്പെടേണ്ട ഒരാളാണെങ്കിൽ തന്നെയും പുനർജന്മത്തെക്കുറിച്ച് അങ്ങേര് പറയുമ്പോൾ ഞാനത് ആ പുനർജന്മത്തിൻ്റെ കാര്യം പറയാൻ വേണ്ടി പറയില്ല, സെലിബ്രിറ്റികൾ പറയുന്ന കാര്യങ്ങൾ ശരിയെന്ന ധാരണ വരുത്താൻ വേണ്ടിയിട്ടും ഒരു ശ്രമം ഇതിൻ്റെ ഭാഗത്ത് 13-ാം നമ്പർ കോടതി മുതി ഇല്ലാത്തത് ജ്യോതിഷ പ്രവചനങ്ങൾക്ക്, ജ്യോതിഷത്തിന് ശരിയെന്നൊരു മാർഗം, ഒരു വഴി തെളിയിക്കുന്നില്ലേ എന്നാണ്. 13 എന്നുള്ളത് അടിസ്ഥാനപരമായ ഒരു സെമറ്റിക് അന്ധവിശ്വാസമാണ്. അതായത് ഇപ്പോൾ 12 എന്ന് പറഞ്ഞാൽ വളരെ ചക്കര സംഖ്യയാണ് അവർക്ക്. 12 ശിഷ്യന്മാർ, 12 രാശികൾ, 12 മാസങ്ങൾ എല്ലാം 12 എന്ന് പറഞ്ഞാൽ വളരെ വിശേഷപ്പെട്ട ഒരു സെമറ്റിക് കൺസെപ്റ്റാണ്. പിന്നെ 13-നെ കുറിച്ച് ബൈബിള് പരമായിട്ടും സെമറ്റിക്കലായിട്ടും അതൊരു ദൗർഭാഗ്യം തരുന്ന നമ്പറാണെന്ന് പറയുന്നത്. ഈ സെമറ്റിക് അന്ധവിശ്വാസമാണ് ഹൈക്കോടതിയിലെ 13-ാമത്തെ നമ്പർ മുറി ഒഴിവാക്കിക്കൊണ്ട് നിർമ്മിക്കാനുള്ള തീരുമാനത്തിന്റെ പിന്നിലെന്ന് അറിയുമ്പോൾ, അതെടുത്തതെല്ലാം ഹിന്ദുക്കളാണെന്ന് അറിയുമ്പോൾ, ഒരു മതത്തിന്റെ അന്ധവിശ്വാസം വേറൊരു മതത്തിലെ വിശ്വാസിയെ പേടിപ്പിക്കുന്നതിന്റെ ഒരു ചിത്രമാണ് നമുക്ക് കിട്ടുന്നത്. മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ജ്യോതിഷം നോക്കുന്നത് പോലെ അത് തന്നെ. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഇവിടെ നിങ്ങളിപ്പോൾ അടുത്ത് പോയതിനെ കരുനാഗപ്പള്ളിയിലെ തെക്കും ഭാഗം എന്ന് പറയുന്ന സ്ഥലത്തുണ്ട്. അവിടെ 6 മണി കഴിഞ്ഞാലും മുസ്ലിങ്ങൾ ആരും അവിടെ സ്ഥലത്ത് നിൽക്കാറില്ല. അവിടെ മുസ്ലിം വോട്ടേഴ്സ് ഉണ്ട്, മുസ്ലിമിന് വീടുണ്ട്, കച്ചവടമുണ്ട്. പക്ഷെ 6 മണിയാകുമ്പോൾ ബസ് കയറി സ്ഥലം വിടും. അത് ശരി. പണ്ട് തെക്കും ഭാഗം ദേവി ഒരു ആഭരണം കണ്ടൊരു മുസ്ലിം മോഷ്ടിച്ചു എന്ന് പറഞ്ഞൊരു കഥ ഉണ്ടാക്കിയിട്ട്, ഈ കഥ കാരണം അതിനുശേഷം 1-2 മുസ്ലിങ്ങളവിടെ വന്ന് താമസിച്ചപ്പോൾ അവർ ഒരാൾ കിണറ്റി വീണു, ഒരാളെ കാല് മുറിക്കേണ്ടി വന്നു, ഒരാൾക്ക് ഭ്രാന്ത് പിടിച്ചു എന്നൊക്കെ പറഞ്ഞ് കഥകൾ ഉണ്ടാക്കുകയാണ്. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? എല്ലാ മുസ്ലിങ്ങളും വൈകിട്ട് 6 മണിയാകുമ്പോൾ സ്ഥലം വിടുക, വണ്ടി കയറി സ്ഥലം വിടുക. 6 മണി കഴിഞ്ഞ് ആ പഞ്ചായത്തിന് പുറത്ത് പോകാൻ റേഞ്ച് ഉണ്ട് ദേവിക്ക്. ഇതിപ്പോൾ ഹിന്ദുക്കളുടെ അന്ധവിശ്വാസമാണ് എങ്കിൽ നിങ്ങൾ മുസ്ലിങ്ങളായിട്ടുള്ള നിങ്ങൾ എന്തിനാ എടുക്കുന്നത്? അപ്പോൾ അവനും പേടി. അപ്പോൾ ഈ അന്ധവിശ്വാസങ്ങളുടെ പൊതുവായ ഒരു സ്വഭാവം എന്ന് പറഞ്ഞാൽ ഒരു അന്ധവിശ്വാസിക്ക് മറ്റൊരു അന്ധവിശ്വാസത്തെ തള്ളിക്കളയുക വളരെ ബുദ്ധിമുട്ടായിരിക്കും. താങ്കൾ തിയറി ഓഫ് മൈൻഡിനെ കുറിച്ച് പറയുന്നുണ്ട്. എന്താണ് തിയറി ഓഫ് മൈൻഡ്? തിയറി ഓഫ് മൈൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ പ്രവചന വിദ്യകളുടെയും ഒരു അടിസ്ഥാനമാണ്. മറ്റുള്ളവരെ മനസ്സിലാക്കാനായി സഹായിക്കുന്ന ചില സവിശേഷതകളുള്ള ന്യൂറോണുകൾ നമ്മുടെ മസ്തിഷ്കത്തിലുണ്ട് എന്നുള്ള ഒരു സങ്കല്പത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഇത് പ്രൈമേറ്റുകളുടെ ഫ്രണ്ടൽ കോർട്ടക്സിൽ ധാരാളമായിട്ടുണ്ട് എന്നാണ് നമ്മൾ പറയുന്നത്. അത് സ്ഥിരീകരിക്കപ്പെട്ടിട്ടുണ്ട്. അത് മനുഷ്യരുടെ മസ്തിഷ്കത്തിലും മിറർ ന്യൂറോൺസ് എന്നാണ് അതിന് പറയുന്നത്, ദർപ്പണ നാഡീകോശങ്ങൾ. അത് മറ്റൊരാളുടെ ഒരു വികാരം നമ്മൾക്ക് മനസ്സിലാക്കാൻ നമ്മളെ സഹായിക്കുന്ന മസ്തിഷ്ക കോശങ്ങൾ. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഒരാളുടെ കയ്യിൽ ഒരു ചുറ്റിക എടുത്ത് വെച്ച് അടിക്കുമ്പോൾ ഉടനെ നമ്മൾ ഫീൽ ചെയ്യുന്നു. അല്ലെങ്കിൽ ഒരാളുടെ മുന്നിൽ വെച്ച് നമ്മളെ കഴുത്തിറക്കാൻ നോക്കുമ്പോൾ നമ്മൾ ഉടനെ മാറ്റുന്നു. അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ മറ്റൊരാളുടെ അനുഭവമാണെങ്കിലും നമ്മളത് ഫീൽ ചെയ്യണം. ഇതിനെ നമ്മളെ സഹായിക്കുന്ന ഈവൻ പോണോഗ്രാഫി നമ്മൾ ആസ്വദിക്കാൻ പൊതുവെ അതിൻ്റെ അടിസ്ഥാനം തന്നെ മറ്റൊരാളുടെ അനുഭവമാണെങ്കിലും അത് നമ്മളുടേതാണെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള ഒരവസ്ഥ സംജാതമാക്കുന്ന ന്യൂറോൺസ് എന്നുള്ളതാണ്. ഈ മിറർ ന്യൂറോൺസ് പൂർണ്ണമായും സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ലെങ്കിലും ഇപ്പോൾ വിളയനൂർ രാമചന്ദ്രനെ പോലുള്ളവരൊക്കെ അതിനെക്കുറിച്ച് ഒരുപാട് എഴുതുന്നുണ്ട്. ഇപ്പോൾ ടെൽറ്റെയിൽ ബ്രെയിനിലൊക്കെ താങ്കൾ വായിച്ചിട്ടുണ്ടാവും ഒരു വിഷയം. അപ്പം മറ്റുള്ളവരെ നമ്മൾ പഠിക്കുന്നുണ്ട്, നമ്മൾ മറ്റുള്ളവരെ വായിക്കുന്നുണ്ട്, അവരെ മനസ്സ് വായിക്കുന്നുണ്ട്. നമ്മൾ പലപ്പോഴും പറയുന്നുണ്ട്, നിന്നോട് ഞാൻ അപ്പോഴേ പറഞ്ഞതാണ്, അല്ലെങ്കിൽ പറയണേ ഇതിങ്ങനെ വരുമെന്ന് എനിക്കറിയാം. പിന്നെ എപ്പോഴും നമ്മുടെ സ്വഭാവം തന്നെ മറ്റൊരാളെ റീഡ് ചെയ്തുണ്ടാവും. അയാളുടെയൊക്കെ ആണെങ്കിൽ ശരിയാവില്ല, ഇന്നിനി അങ്ങോട്ട് പോകണ്ട. അല്ലെ ഈ ഒരു റീഡിങ്സ് കുറച്ചുകൂടെ വ്യവസ്ഥാപിതമായ രീതിയിലും അച്ചടക്കത്തോടെയും നടത്തിയാണ് ഇപ്പോൾ ലക്ഷണശാസ്ത്രമൊക്കെ അടിസ്ഥാനപരമായ തിയറി ഓഫ് മൈൻഡാണ്. മറ്റൊരാളുടെ ഇതൊരു തിയറി ഓഫ് മൈൻഡ് എന്ന് പറയുമ്പോൾ ഒരു സിദ്ധാന്തമല്ല, മറിച്ച് ഒരു ഡിഫോൾട്ട് സെറ്റിംഗ് ആണ് ബ്രെയിൻ്റെ, ഒരു ടൂളാണ്. നമ്മൾ മറ്റൊരാളെ മനസ്സിലാക്കുക നമുക്ക് കഴിയും. യു ആർ ഓൾസോ പ്രഡിക്റ്റിംഗ് അലോട്ട്. നമ്മുടെ സ്വന്തം കാര്യങ്ങളും മറ്റുള്ളവരുടെ കാര്യങ്ങളും നമ്മൾ ധാരാളമായി പ്രഡിക്റ്റ് ചെയ്യാറുണ്ട്. അത് നല്ല ശതമാനം ശരിയാകാറുണ്ട്. പക്ഷെ നമ്മൾ ഈ കബഡിയായിട്ടോ അല്ലെങ്കിൽ വെറ്റിലായിട്ടോ ഇരിക്കുന്നില്ല എന്നുള്ള വ്യത്യാസമേ ഉള്ളൂ. നിങ്ങൾക്ക് പല കാര്യങ്ങളും ഇപ്പോൾ ഞാൻ ഇതുവരെ വർഷങ്ങളായിട്ട് LDF UDF വിജയം പ്രവചിക്കാറുണ്ട്. എനിക്ക് ഓർമ്മയാണ് തൊട്ട് ഇന്ന് വരെ തെറ്റിയിട്ടില്ല. ഞാൻ പ്രവചിച്ചത് കബഡി വെച്ചതൊന്നുമല്ല, ഞാൻ പശ്ചാത്തല സാഹചര്യങ്ങളും പത്രങ്ങൾ വായിച്ചും അറിഞ്ഞും ഒക്കെ പ്രവചിക്കുന്നു. താങ്കളുടെ ബ്ലോഗിൽ താങ്കൾ ക്രിക്കറ്റ് മത്സരത്തിന്റെ വിജയം, താങ്കൾ ആദ്യമായി കണ്ട വൺഡേ മത്സരത്തിന്റെ വിജയം ട്രെയിനിൽ കിടന്ന് സ്വപ്നം കണ്ടതായിട്ടുണ്ട്. അതെ, വെളിപാടിനെ കുറിച്ച്, വെളിവ് പാടാവുമ്പോൾ. അല്ല, ഞാൻ ഈ LDFന്റെ കാര്യം പറഞ്ഞത്, LDF UDF വിജയം പ്രഖ്യാപിക്കുന്ന 10,000-കണക്കിന് ആൾക്കാർ കേരളത്തിലുണ്ട്. അവർ കൃത്യമായിട്ടാണ് പ്രവചിക്കുന്നത്. ചില ജ്യോതിഷികൾ പറയാറുണ്ട് LDF അധികാരത്തിൽ വരും, ഇത് LDF അല്ലെങ്കിൽ UDF അധികാരത്തിൽ വരും. ഇതിവിടുത്തെ ജനങ്ങളെല്ലാം പ്രവചിച്ചുകൊണ്ടിരിക്കുകയാണ്, അതെല്ലാം കറക്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊന്നും തെറ്റുന്നില്ല. ഇത് പിന്നെ ജ്യോതിഷത്തിന്റെ സഹായത്തോടെ പ്രവചിക്കേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ ഈ വെളിവ് എങ്ങനെയാണ് വെളിപാടുകളും സ്വപ്നങ്ങളും ദേജാവു പോലെയുള്ള അനുഭവങ്ങളും ഒക്കെ
പല അത്ഭുത സിദ്ധിയായിട്ടും ഒക്കെ ആയിട്ട് തെറ്റിദ്ധരിക്കുന്നുണ്ട്. ഇതൊക്കെ എല്ലാ മനുഷ്യർക്കും സംഭവിക്കുന്ന കാര്യങ്ങളാണ്. ഇത് അടിസ്ഥാനപരമായിട്ട് ഒരു ജ്യോതിഷിക്കും അല്ലെങ്കിൽ ഒരു കൈനോട്ടക്കാരനും ആവർത്തന സ്വഭാവത്തോടെ എല്ലാ കാലത്തും എല്ലാ സമയത്തും കൃത്യമായി ഒരു പ്രവചനം നടത്താൻ സാധിക്കില്ല. അവൻ്റെ സ്വപ്നങ്ങളൊന്നും ശരിയാവില്ല. ചിലത് ശരിയാവും, ചിലത് ശരിയാവില്ല. ബാക്കിയൊക്കെ ഇല്യൂഷൻസ് ഫോർ വിച്ച് ദെർ ആർ നോ സൊല്യൂഷൻസ്. ഇത് ഒരു അന്ധവിശ്വാസിയുടെ മുന്നിൽ ഇതെല്ലാം വിറ്റുപോകും എന്നുള്ളതാണ് വിഷയം. അതുപോലെ ഭൗതിക തലത്തിൽ നിൽക്കുന്ന ആ ജ്യോതിഷത്തിൻ്റെ ആളുകൾ പറയുന്ന ഈ രശ്മി, വൈബ്രേഷൻ, അതുമായി ബന്ധപ്പെട്ട് താങ്കൾ ഈ പുസ്തകത്തിൽ എന്താണ് പറയുന്നത്? വൈബ്രേഷൻസ്, അതുപോലെ തന്നെ ആസ്ട്രൽ ബോഡി, പോസിറ്റീവ് എനർജി, നെഗറ്റീവ് എനർജി, ഇങ്ങനെയൊക്കെയുള്ള കുറേ പദങ്ങൾ എടുത്തിട്ട് അമ്മാനമാടി എന്തോ ഇതിനകത്ത് ശാസ്ത്രീയത ഉണ്ടെന്ന് വരുത്തി തീർക്കാനുള്ള തട്ടിപ്പുകാരുടെ കൂട്ടൈഡിയാണ് ഇപ്പോൾ ജ്യോതിഷത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ചില വൈബ്രേഷൻസ് എന്ന് പറയുമ്പോൾ ആ പറയുന്ന ആൾക്കൊരു വൈബ്രേഷൻസ് ഒക്കെ കാണും. ആസ്ട്രൽ ബോഡിയിലേക്ക് അത് ചൈതന്യമായി കയറുന്നു എന്നൊക്കെ പറയാറുണ്ട്. അല്ലാതെ നമ്മൾ ഓരോന്നിനും ഇപ്പോൾ ഒരു ശാസ്ത്ര സിദ്ധാന്തം. പണ്ട് എല്ലാ മതക്കാരും ആഗ്രഹിക്കുന്നത് കൂടുതൽ ശാസ്ത്രീയമാകാനാണ്. ഇതാണ് ശാസ്ത്രീയമാണെങ്കിൽ ഇടിയാണ്. ശാസ്ത്രം കണ്ടുപിടിക്കുന്നത് ഞങ്ങളുടെ ഇതിനകത്ത് പുസ്തകത്തിനകത്ത് ഉണ്ടായിരുന്നു എന്ന് പറയുക അല്ലേ. അങ്ങനെയാണെങ്കിൽ ശാസ്ത്രം നാളെ എന്ത് കണ്ടുപിടിക്കുന്നു എന്ന് അവർ ഇപ്പോഴേ പറയില്ല. കാര്യം വെച്ചാൽ എന്താണ്, ശാസ്ത്രജ്ഞന്മാർക്ക് പണിയില്ലാതായി പോകുമല്ലോ അല്ലേ. ഇപ്പോൾ നമ്മൾ സിനിമ കാണുന്നതിന് മുമ്പ് CD ഇറങ്ങിക്കഴിഞ്ഞാൽ സിനിമ കാണാൻ ആളുണ്ടാവില്ല എന്ന് പറഞ്ഞോളൂ. അതുകൊണ്ടാണ് ഇവർ പറയാത്തതെന്ന് കരുത്. അപ്പോൾ ഇങ്ങനെ കുറേ തട്ടിപ്പുകൾ പദങ്ങൾ വെച്ച് നെഗറ്റീവ് എനർജി ഒരിക്കലും നെഗറ്റീവ് അല്ല. ജോലി ചെയ്യാനുള്ള, വർക്ക് ചെയ്യാനുള്ള കഴിവ്, ശേഷിയാണ് എനർജി. അതെങ്ങനെയാണ് നെഗറ്റീവ് ആവുക? അവരുദ്ദേശിക്കുന്നത് അറിയോ, നമ്മൾ മൂഡ് ഓഫ് ആവുന്നു, നിരാശ വരുന്നു, ഒരു മോശമായിട്ടുള്ള മാനസികാവസ്ഥ. എന്നാൽ അങ്ങനെയൊക്കെ പറഞ്ഞാൽ പോരെ. ഈ നെഗറ്റീവ് എനർജിയൊക്കെ അവിടെ കേൾക്കുമ്പോൾ ആളുകൾ വിചാരിക്കുമോ നെഗറ്റീവ് എനർജി എന്തോ ശാസ്ത്രീയമായ സാധനമാണ് ഇയാൾ പറയുന്നത്. ആളുകളെ കബളിപ്പിക്കുകയാണ്. ഇവ ശാസ്ത്രമോ സയൻസോ ഒന്നുമല്ല, ലക്ഷണശാസ്ത്രവും ജീവിതത്തിൽ മനുഷ്യൻ്റെ സുഖദുഃഖ സമ്മിശ്രമായിട്ടുള്ള അനുഭവങ്ങളെക്കുറിച്ച് പറയുകയാണ്. ചിലപ്പോൾ നമ്മൾ ഇച്ചിരി മാനസികമായിട്ട് ഡള്ളായിട്ടിരിക്കുന്ന അവസ്ഥ ഉണ്ടാവും. അതിന് നെഗറ്റീവ് എനർജി എന്ന് പറയുന്ന സാധനം ഉണ്ടാക്കുക, പോസിറ്റീവ് എനർജി എന്ന് പറഞ്ഞുണ്ടാക്കുക, ആസ്ട്രൽ ബോഡി, വൈബ്രേഷൻസ്, ക്വാണ്ടം മെക്കാനിക്സ്. ഇതൊക്കെ കേൾക്കുമ്പോൾ ആളുകൾ വിചാരിക്കും ഇയാൾ വലിയ പഠിച്ച് ഇതൊക്കെ കൊണ്ട് പറയുകയാണ്. ഒരു കാര്യവുമില്ല എന്നാണ്. അതെ. താങ്കളത് ഈ ചില ഡോക്ടർമാർ രോഗിയെ നോക്കിയിട്ട് പറയും, ഞാൻ ചെയ്യേണ്ടതൊക്കെ ചെയ്തു കഴിഞ്ഞു, ഞങ്ങൾക്ക് ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചെയ്തു കഴിഞ്ഞു, ഇനി താങ്കൾ അല്ലെങ്കിൽ നിങ്ങൾ കൂട്ടമായി ദൈവത്തോട് പ്രാർത്ഥിക്കുക. അതുപോലെ ഈ ജ്യോതിഷം നോക്കുന്ന ആളുകളോട് നമ്മൾ വിമർശനപരമായി സംസാരിക്കുമ്പോൾ ചിലർ പറയുന്നത് അതൊരു കൗൺസിലിംഗ് അല്ലേ, അതിനെന്താ നിങ്ങൾ ഇത്രയും വിമർശിക്കാനിരിക്കുന്നത്? ജ്യോതിഷിയുടെ അടുത്ത് പോകുന്ന ആൾക്ക് കൗൺസിലിംഗ് കിട്ടുന്നു, അയാൾക്ക് മനസ്സമാധാനം കിട്ടുന്നു, എന്താ നിങ്ങൾക്ക് എതിർക്കാനുള്ളത്? അത് ആലോചിക്കുക. അടുത്ത തട്ടിപ്പാണ്. ഈ കൗൺസിലിംഗ് സെന്റേഴ്സ് ഇവിടെ ഒരുപാടുണ്ട്. പഠിച്ചവരൊക്കെ കൗൺസിൽ ചെയ്യുന്നുണ്ട്, മനഃശാസ്ത്രജ്ഞനുണ്ട്. അവരുടെ ഒന്നും വീട്ടിന് മുന്നിൽ ഇതേ കണക്ക് ഇടി കാണാറില്ലല്ലോ. ഉണ്ടോ? ഇല്ല. ഇതിപ്പോൾ രാവിലെ വെളുക്കുന്നതിന് മുമ്പ്, രാവിലെ കുലിക്കുഴിഞ്ഞിട്ട് പല്ല് തേക്കുന്നതിന് മുമ്പ് ജ്യോതിഷിയുടെ തിണ്ണ നിറയെ ആളിരിക്കല്ലേ. ഇപ്പൊ ഇതുമായിട്ടൊന്നും ഒരു ബന്ധമില്ല. കൗൺസിലിംഗ് ആണെങ്കിൽ ഞങ്ങൾ പറയാം കൗൺസിലിംഗ് സെന്റർ എന്ന് എഴുതി വെച്ച് നോക്ക്, ഒരു ഈച്ച പോലും അങ്ങോട്ട് ചെല്ലില്ല. എല്ലാ അന്ധവിശ്വാസങ്ങളുടെയും വിശ്വാസങ്ങളുടെയും കൈ നീളുന്നത് ഭക്തന്റെ പോക്കറ്റിലേക്കാണ്. ഇത് ഞാൻ പറഞ്ഞതല്ല, സാക്ഷാൽ രവിചന്ദ്രന്റെ വാക്കുകൾ തന്നെയാണ്. എല്ലാത്തരം തട്ടിപ്പുകളുടെയും ഒരു സഹകരണ പ്രസ്ഥാനത്തിന്റെ നടുവിലാണ് നമ്മൾ. ഭീതിയോടെ കൊതിപ്പിക്കുന്ന തരത്തിൽ അവർ ഇത് പറയുമ്പോൾ വേണോ വേണ്ടയോ, ചിന്തിക്കൂ, പ്രതികരിക്കൂ. നമ്മൾ ഇന്ന് കുഴിത്തുറ രാജമാണിക്യ സ്വാമിയെ പരിചയപ്പെടുകയാണ്. സ്വാമി നമോവാകം ഏറ്റിരിക്കുന്നു. സാധാരണഗതിയിൽ ഒരാൾ ഡോക്ടറാകണമെങ്കിൽ അയാൾ MBBS പഠിച്ചിരിക്കണം. എൻജിനീയറിംഗ് പഠിച്ച ആൾക്ക് എൻജിനീയർ ആകാൻ സാധിക്കും. ഇന്ന് കച്ചവടക്കാർ പോലും സ്വന്തം മക്കളെ MBA പഠിപ്പിച്ചിട്ടാണ് കച്ചവടത്തിൽ ഇടപെടുത്തുന്നത്. അപ്പോൾ ഓരോന്നിനും ഓരോ ക്വാളിഫിക്കേഷൻ, ബേസിക് ക്വാളിഫിക്കേഷൻ ആവശ്യമാണ്. സ്വാമിമാരുടെ, താങ്കളുടെ ബേസിക് ക്വാളിഫിക്കേഷൻ എന്താണ്? സ്വാമിമാരുടെ യോഗ്യത എന്താണെന്ന് അറിയണം. അതെ, നിരന്തരമായ തപശ്ചര്യയിലൂടെ നേടിയെടുക്കുന്ന സിദ്ധി വൈഭവമാണ് സ്വാമിമാരുടെ യോഗ്യത. അതിന് സാധാരണ നിങ്ങളുടെ ഡോക്ടർമാർക്കും എൻജിനീയർമാർക്കും MBAക്കാർക്കുമൊക്കെ ഏതാനും വർഷത്തെ അഭ്യാസം കൊണ്ട് അത് നേടിയെടുക്കാവുന്നതാണ്. പക്ഷേ ഈ തപശ്ചര്യ ചെയ്ത് നേടിയെടുക്കുന്നത് നിരന്തരമായ തപസ്സിലൂടെ വളരെ വർഷങ്ങൾ
ചിരകാലം തപസ് ചെയ്താൽ മാത്രമേ സിദ്ധിവൈഭവം നേടിയെടുക്കുവാൻ കഴിയുകയുള്ളൂ. എങ്കിലും താങ്കൾ എത്ര കാലം ഈ തപസ്യ എപ്പോൾ എവിടെ ഒക്കെ അനുഷ്ഠിച്ചു? 246 മാസം 45 ദിവസം 96 മണിക്കൂർ ഇത്രയും തപസ് ചെയ്ത് ഘോര വനത്തിൽ തപസ് ചെയ്ത് ഉണ്ടും ഉണ്ണാതെയും കുടിച്ചും കുടിക്കാതെയും നിരന്തരമായ തപശ്ചര്യയ്ക്ക് ശേഷമാണ് എനിക്ക് സിദ്ധി ലഭിച്ചിട്ടുള്ളത്. അവിടെ വെച്ച് താങ്കൾക്ക് എന്തെങ്കിലും പ്രത്യേക അനുഭവങ്ങൾ എന്തെങ്കിലും ഉണ്ടായോ? അനുഭവങ്ങൾ ധാരാളം. വന്യമൃഗങ്ങളുടെ ഇടയിലാണ് ജീവിതം. അപ്പോൾ നാട്ടിലായാലും അത് തന്നെ ഗതി. അത് മൃഗങ്ങളാണ്, അത് വന്യ മൃഗങ്ങൾ. ഓക്കെ. അങ്ങനെ ധാരാളം അനുഭവം നേരിടേണ്ടി വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് എന്തെങ്കിലും ദൈവകൃപ കൊണ്ടാണ് രക്ഷപ്പെട്ടിട്ടുള്ളത്. ഓക്കെ. താങ്കൾക്ക് ഇങ്ങനെ തപസ് അനുഷ്ഠിച്ച് കിട്ടിയ സിദ്ധി എന്തായിരുന്നു? ഇന്ന് അമാനുഷികമായ പല കഴിവുകളും എനിക്ക്. അമാനുഷികമായ കഴിവുകൾ അസാധ്യമെന്നാണ് എൻ്റെ വിശ്വാസം. കാരണം അമാനുഷികം എന്ന് പറയുമ്പോൾ താങ്കൾ മനുഷ്യനല്ലാതായിത്തീരണം. അതെ, അങ്ങനെയാണ്. ആ ഒരു നിലയിലെത്തുമ്പോഴാണ് ഈ സിദ്ധി വൈഭവം സാധ്യമാകുന്നത്. താങ്കൾ മനുഷ്യനല്ലെന്ന് പറയുകയാണോ? എന്നല്ല, മനുഷ്യൻ വേറൊരു തലത്തിൽ, ദൈവത്തിൻ്റെ തലത്തിൽ എത്തി നിൽക്കുമ്പോഴാണ് തപസ്സി ആകുന്നത്. അത് ശരി, ദൈവത്തിൻ്റെ തലത്തിൽ എത്തി നിൽക്കുന്നത്. ഞാനൊരു ശാസ്ത്രപ്രചാരകരാണ്. ശാസ്ത്രത്തിൻ്റെ രീതി എന്ന് പറയുന്നത് എന്തിനെയെങ്കിലും വിശ്വസിക്കണമെങ്കിൽ അതിന് തെളിവുകൾ ശാസ്ത്രം ആവശ്യപ്പെടാറുണ്ട്. അതുകൊണ്ട് താങ്കൾക്ക് പ്രത്യേക സിദ്ധിയുണ്ട്, അമാനുഷികതയുണ്ട് എന്നൊക്കെ താങ്കൾ അവകാശപ്പെടുന്നു. അത് ഞാനും പ്രേക്ഷകരും വിശ്വസിക്കണമെങ്കിൽ താങ്കളുടെ അമാനുഷികത ഇവരെ പ്രകടിപ്പിച്ചാൽ നന്നായിരിക്കുമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. എത്ര സിദ്ധിവിശേഷങ്ങൾ വേണമെങ്കിലും കാണിക്കാം. 1 2 മതി. സാധാരണ നിവേദിക്കുന്നത് പാത്രത്തിൽ കർപ്പൂരം കത്തിച്ചാണ്. അതെ. പക്ഷേ എനിക്ക് പാത്രത്തിൻ്റെ ആവശ്യമില്ല. അത് ശരി. അങ്ങനെ ഞാൻ കർപ്പൂരം കത്തിച്ച് കാണിക്കാം. പാത്രമില്ലാതെ ഞാൻ കൈവെള്ളയിൽ കർപ്പൂരം കത്തിച്ചാണ് നിവേദിക്കുന്നത്. കൈവെള്ളയിൽ കർപ്പൂരം കത്തിച്ചാണ്. വെറും കർപ്പൂരം കാണിക്കും. വെറും കൈ, നഗ്നമായ കൈവെള്ളയിൽ വെറും കർപ്പൂരം കാണിക്കും. കർപ്പൂരം കത്തിച്ച് കാണിക്കും. സാധ്യമല്ല. അങ്ങനെ നോക്കാം. ശ്രമിച്ചു നോക്കൂ. നഗ്നമായ കൈകൾ വെള്ളയിലാണ് സ്വാമി തീ കത്തിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ കൈ പൊള്ളാത്തത് അത്ഭുതമാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ നാവിലേക്ക് വീണ്ടും കൈയിലേക്ക് തീ അങ്ങനെ അമ്മാനമാടുന്ന ഒരു കാഴ്ച വളരെ രസാവഹവും വളരെ അത്ഭുതാവഹവുമായ ഒരു കാഴ്ച തന്നെയാണ് സ്വാമി ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇദ്ദേഹം കുഴിത്തുറ രാജമാണിക്യസ്വാമിയൊന്നുമല്ല. ഇദ്ദേഹവും എന്നെപ്പോലെ എന്നോടൊപ്പം ശാസ്ത്രപ്രചാരകരായിട്ട് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ദിവ്യാത്ഭുതത്തെ പൊളിച്ചു കാണിക്കുന്ന മാന്യദേഹമാണ്. അദ്ദേഹത്തിൻ്റെ പേര് നാഗപ്പൻ, എൻ്റെ പേര് മുഹമ്മദ് ഖാൻ. സർ, നമുക്കിനി ഇത് എങ്ങനെയാണ് നമ്മൾ ഈ ദിവ്യാത്ഭുതങ്ങൾ ചെയ്തത് എന്ന് വളരെ പച്ചയായി തന്നെ അതിൻ്റെ രഹസ്യങ്ങൾ ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കാം. ഏതാനും നിമിഷം മാത്രം, 3 സെക്കൻഡിൽ കുറഞ്ഞ സമയം മാത്രമേ തീ ചൂട് കയ്യിലേൽക്കുന്നു. അത് ത്വക്കിൻ്റെ ഒരു പ്രത്യേകതയാണ്. 3 സെക്കൻഡിലധികം സമയം ഒരേ ഭാഗത്ത് ചൂട് ഏറ്റുകൊണ്ടിരുന്നാൽ മാത്രമേ തൊലി പൊള്ളുകയുള്ളൂ. ഇവിടെ കർപ്പൂരം കത്തിക്കുമ്പോഴും അതുപോലെ തന്നെ തീയിലൂടെ നടക്കുമ്പോഴുമൊക്കെ 3 സെക്കൻഡിൽ കുറഞ്ഞ സമയം മാത്രമേ തൊലിയും തീയുമായി ബന്ധപ്പെടുന്നു. അതുകൊണ്ട് തന്നെ അത് പൊള്ളുന്നില്ല. ഇവിടെ സ്വാമി നിവേദിക്കുന്നതായിട്ട് കാണിക്കുമ്പോൾ തന്നെ
തീ കർപ്പൂരത്തിൻ്റെ സ്ഥാനം മാറ്റുന്നുണ്ട്. പൊള്ളും എന്ന ഘട്ടം വരുമ്പോൾ അദ്ദേഹം തന്നെ കൈ മാറ്റുന്നു. അങ്ങനെ സിദ്ധിവൈഭവം അവകാശപ്പെടുന്നുവെങ്കിൽ ഒന്നുകിൽ കർപ്പൂരവും അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സാധനം കത്തിച്ച് ഒരു മിനിറ്റെങ്കിലും കൈവെള്ളയിൽ കത്തിച്ച് പിടിക്കട്ടെ, അല്ലെങ്കിൽ ഒരു മിനിറ്റെങ്കിലും സമയം തീയിൽ നിൽക്കട്ടെ നടക്കുന്നതിന് പകരം. അത് ആർക്കും സാധ്യമല്ല. പറയുമ്പോൾ പന്തയം വെച്ചുകൊണ്ട് ചിലപ്പോൾ കാണിക്കാം എന്ന് പറഞ്ഞാൽ അതിൽ കള്ളത്തരം ഉണ്ടാകും എന്ന് സംശയിക്കുന്നു. കാരണം ഇപ്പോൾ തീയിൽ നിൽക്കാം എന്നൊരാൾ പറഞ്ഞുകൊണ്ട് തീയിൽ നിൽക്കുകയാണെങ്കിൽ അതിനൊരു സൂത്രവിദ്യയാണ്. ആസ്ബെസ്റ്റോസ് ഷീറ്റ് തീക്കനലിന് മുകളിൽ വെച്ചുകൊണ്ടാണെങ്കിൽ അയാൾക്ക് നിൽക്കുകയോ ഇരിക്കുകയോ ഒക്കെ ചെയ്യാം. കാരണം തീ അയാളുടെ ശരീരത്തിൽ സ്പർശിക്കുകയില്ല. ആ തരത്തിലുള്ള ട്രിക്കുകൾ ഉപയോഗിച്ചുകൊണ്ടല്ലാതെ നഗ്നമായ പാദത്തിലായാലും കൈവെള്ളയിലായാലും തീ കത്തിക്കണമെങ്കിൽ ഈ തരത്തിൽ 3 സെക്കൻഡിൽ കുറഞ്ഞ സമയം മാത്രം തൊലിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് മാത്രമേ സാധിക്കൂ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു വരുന്നത് തീ തൊലിയുമായി 3 സെക്കൻഡിൽ അധികം കോണ്ടാക്റ്റ് വരികയാണെങ്കിൽ കൈപ്പൊള്ളും. 3 സെക്കൻഡിനുള്ളിൽ വളരെ തന്ത്രപരമായിട്ട് തീയെ മാറ്റുകയാണെങ്കിൽ പൊള്ളലേൽക്കില്ല. ഇദ്ദേഹം കർപ്പൂരം നാവിലിട്ടു. അവിടെ സംഭവിക്കുന്നത്, അവിടെ ദ്രാവകാവസ്ഥയിലുള്ള ഉമിനീര്, തണുത്ത ഉമിനീര് തീയുടെ വ്യാപനത്തെ കുറെ കൂടെ തടയുന്നത് കൊണ്ട് അദ്ദേഹത്തിൻ്റെ വായിൽ തീ അധികം ആളിപ്പടരാതെ കുറേ നേരത്തേക്ക് ആ തീ അദ്ദേഹത്തിൻ്റെ വായിനുള്ളിൽ കത്തും എന്നുള്ളതാണ്. പക്ഷേ അവിടെയും ഒരുപാട് സമയം അങ്ങനെ തുടരാൻ അദ്ദേഹത്തിനും സാധിക്കില്ല. ഇതൊക്കെ പ്രകൃതി നിയമങ്ങളാണ്. പ്രകൃതി നിയമങ്ങളെ മറികടക്കുവാൻ മനുഷ്യർക്കെന്നല്ല ആർക്കും സാധ്യമല്ല. ഭാവി പ്രവചിക്കുന്നത് സാമാന്യവും തീയിലൂടെ നടക്കുന്നത് പരിശീലനവും ഭസ്മം സൃഷ്ടിക്കുന്നത് തട്ടിപ്പുമാണ് എന്നുള്ളത് നിർമുക്ത എന്ന വാക്കിനേക്കാൾ ലളിതമാണ്. ഉണരുക, എഴുന്നേൽക്കുക, പ്രവർത്തിക്കുക. ഇവിടെ തപസ്സിനിന്നേരം സത്യത്തിനൊത്തോരു തപമില്ല പോൽ, ആത്മശാന്തി പോലൊരു ബന്ധുവേരില്ല പോൽ. സത്യത്തിനൊത്തോരു തപമില്ല പോൽ, ആത്മശാന്തി പോലൊരു ബന്ധുവേരില്ല പോൽ.